ജാതീയമായി അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ മലയാളം സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം ശക്തമാക്കി ഗവേഷക വിദ്യാർത്ഥിനി അനഘ. സമരത്തിന് പിന്തുണയുമായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി. അധിക്ഷേപ പരാമർശം നടത്തിയ അധ്യാപകർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. ആരോപണ വിധേയരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നതും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പുറത്തുനിന്നുള്ള ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് PK നവാസ് MLA നിലപാട്. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാള സർവകലാശാലയ്ക്ക് മുൻപിലാണ് ഗവേഷക വിദ്യാർത്ഥി അനഘ നടത്തുന്ന സമരം രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാപ്പകലില്ലാതെയാണ് വിദ്യാർത്ഥിയും വിവിധ വിദ്യാർത്ഥി സംഘടനകളും മറ്റ് സംഘടനകളും ഇവിടെ സമരത്തിന് ഇരിക്കുന്നതിന് ഞായറാഴ്ചയായിട്ട് കൂടി എല്ലാ വിദ്യാർത്ഥികളും പല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഡോക്ടർ അരുൺ ബാബു, അതോടൊപ്പം തന്നെ ജൈനി വർഗീസ്, റാക്കിംഗ് പരാതിയിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള കൃഷ്ണ KP, ഇത്രയും ആളുകളെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. എന്നിട്ട് മതി ചർച്ച എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സമരസമിതിയുടെ ഒരു തീരുമാനം കടന്നിരിക്കുന്നത്. ചർച്ചയ്ക്ക് മുന്നേ നടപടി വേണം അല്ലേ? നടപടിയാണ് ആദ്യം ഞങ്ങൾക്ക് വേണ്ടത്. ഓൾറെഡി തന്നെ ഈ പരാതി വന്നപ്പോൾ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് ഇവർ തന്നെ കൊടുത്ത് ഇതിന് പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളെ അന്വേഷിച്ച് കൃത്യമായ വകുപ്പുകളിട്ട് FIR വരേണ്ടതായിരുന്നു. അത് ഇതുവരെ വന്നിട്ടില്ല. കൃത്യമായ രീതിയിൽ പോലീസ് വരെ ഇതിനോട് കൂടി നിന്നുകൊണ്ട് അട്ടിമറിച്ചിട്ടുണ്ട് ഈ കേസ്. അതുകൊണ്ട് കൃത്യമായി ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം ഇവരുമായിട്ട് ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അതുവരെ സമരം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് MLA PK നവാസ് ഉൾപ്പെടെ വന്ന് നിങ്ങളുമായി സംസാരിച്ചിരുന്നു. എന്താണ് അനുകൂല നടപടികൾ ഉണ്ടാവുമെന്നാണോ പറഞ്ഞിരുന്നത്? അതെ, അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ അറസ്റ്റിലേക്ക് പോകുന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് എന്നതാണ് ഇതിലെ വിഷയം. പോലീസിൻ്റെ കാര്യത്തിലാണ്, ഈ പറഞ്ഞ അറസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുള്ളത്. ഈ എങ്ങനെയായിരിക്കും തുടർന്നുള്ള സമര പരിപാടികൾ എങ്ങനെയാണ്? നമ്മളിപ്പം ഈ ആശയത്തോട് യോജിക്കുന്ന എല്ലാ തരം ആളുകളോടും ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയം മനസ്സിലാക്കുന്ന എല്ലാ ആളുകളും ഇവിടെ എത്തും 1-2 ദിവസത്തിനുള്ളിൽ. നടപടിയാണ് ആവശ്യം. കൂടുതൽ ആളുകൾ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിലുണ്ടായിരുന്ന നേഹ ബോറ അവരടക്കം ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും പിന്നെ സ്റ്റോറി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവരും തന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ചയോട് കൂടി പല ആളുകളും ഇങ്ങോട്ട് എത്തും. ഏറ്റവും കൂടുതലായിട്ട് നാട്ടുകാരുടെ സപ്പോർട്ട് ഇപ്പോൾ ഉണ്ട്. BJPയുടെ ഒരു പിന്തുണ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. അവർ പിന്തുണയ്ക്കുന്നുണ്ട്. CJPയുടെ പിന്തുണ എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാതെ ഈ സമരത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്നുള്ളതാണ് സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. ഷഫീഖ് അർലായ്ക്കൊപ്പം V. സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.